കണ്ണൂർ ജില്ലയിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോകുന്നു. കാരണം അവിടെ ശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. ഫെലിക്സ് നിന്ന് അന്തരീക്ഷമൊക്കെ നമുക്ക് നന്നായി അറിയാം. കക്കാട് പുഴയൊക്കെ കരകവിഞ്ഞ് തിരയടിക്കുന്നതിന് സമാനമായാണ് ആ വാഹനം കടന്നു വരുമ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് മനസ്സിലായത്. ഫെലിക്സ് ഉണ്ട് അവിടെ. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ തിരയടിക്കുന്നതിന് സമാനമായി തന്നെ ആ ദൃശ്യങ്ങളിൽ ആ വാഹനം വന്നപ്പോൾ ഫെലിക്സ് കാണിച്ചെന്നത് നമ്മൾ കണ്ടു. വളരെ വ്യക്തമായിരുന്നു. അത്രയധികം ബുദ്ധിമുട്ട് ആ മേഖലകളിൽ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. മറ്റേതൊക്കെ മേഖലകളിലാണ് ഇത്തരത്തിൽ ഒരുപാട് ദുരിതം അനുഭവിക്കുന്നത്? പുഴ കരകവിഞ്ഞൊഴുകിയതുകൊണ്ടും കുളങ്ങളും തോടുകളും ഒക്കെ നിറഞ്ഞതുകൊണ്ടുമൊക്കെ മരങ്ങളും നിരവധി സ്ഥലത്ത് കടപുഴകി വീണിട്ടുണ്ടാവും. വൈദ്യുതി ബന്ധവും വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ഫെലിക്സ്. മൊത്തം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് കണ്ണൂർ ജില്ലയിൽ ഇന്നത്തെ ഒരു പ്രത്യേകത, ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ ലഭിക്കുന്നു എന്നതാണ്. ആ മഴയ്ക്ക് ഒരു തരത്തിലുള്ള ശമനവും ഉണ്ടാവുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപേക്ഷിച്ച് കക്കാട് പുഴയിലടക്കം എല്ലാ പുഴയിലും ജലനിരപ്പ് ഈ രീതിയിൽ ഉയരുന്നത് എന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഈ പല പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും താഴ്ന്ന പ്രദേശങ്ങളിലടക്കം ഈ രീതിയിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. അങ്ങനെ വെള്ളം കയറിയ ഒരു മേഖലയാണ് നമ്മളിപ്പോൾ കാണുന്ന കക്കാട് പുഴയോട് ചേർന്ന സ്ഥലം. അപ്പോൾ ഇവിടെ റോഡുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കിപ്പോൾ റോഡ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് റോഡ് കാണാനേ കഴിയില്ല. ആ രീതിയിലാണ് വെള്ളം കയറിയ അവസ്ഥ. അപ്പോൾ ഇതിപ്പോഴത്തെ അവസ്ഥയാണ്. രാത്രി ആരംഭിച്ച മഴയിലാണ് ഇത്രയധികം വെള്ളം ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇനിയിപ്പോൾ റെഡ് അലർട്ടാണ്. മഴ തുടർന്നാൽ എന്തായിരിക്കും താഴ്ന്ന പ്രദേശങ്ങളുടെ അവസ്ഥ എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല. ആ സമീപ പ്രദേശങ്ങളിലൊക്കെ തന്നെ വീടുകളടക്കമുണ്ട്. ആ വീടുകളിലേക്കും അങ്ങോട്ടേക്കൊക്കെ പോകാൻ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയാണ് ഉള്ളത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ പ്രദേശത്തുള്ള ഒരു ആൾ നമുക്കിപ്പോൾ ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട് എവിടെയാണ്? എൻ്റെ വീട് ഷാദിൽപ്പള്ളിക്കാണ്. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ റോഡിപ്പോൾ വെള്ളം നിറഞ്ഞ് ഇനി നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ പുതിയൊരു വഴി കറങ്ങിയിട്ട് നമ്മൾ കൊറ്റാളി വഴിയൊക്കെ പോകണം, അല്ലെങ്കിൽ എടച്ചേരി വഴി പള്ളിക്കുന്ന്. ഇത് അവിടെയൊക്കെ വീട്ടിലൊക്കെ വെള്ളം കയറി, ആ വീട്ടിലൊക്കെ വെള്ളം കയറി, ആ ഭാഗത്തുള്ള വീട്. ഇനി ഷാദിൽപ്പള്ളി പ്രദേശത്തും വയലേരിയയിലാണ് കുറേ വീടുള്ളത്. അവിടെ നിന്നും ഇപ്പോൾ എൻ്റെ കുടുംബക്കാരൊക്കെ അവിടെ നിന്ന് മാറി, കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് മാറി. പിന്നെ ഇനിയും ഉണ്ട്, കുറേ വീടുകളുണ്ട്. രാത്രി തൊട്ട് നല്ല മഴ, നിർത്താതെ മഴ. ഇതിപ്പോൾ വണ്ടി എടുത്തിട്ട് പോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഈ വഴിക്ക് പള്ളിപ്പുറം വാരത്തേക്ക് പോകാനേ പറ്റില്ല. അത് തീരെ പറ്റൂല. അത് ഇവിടുന്ന് കറങ്ങിയിട്ട് പോകണം, കണ്ണൂർ വഴി പോകണം. അല്ലാതെ വേറെ ഒരു വഴിയുമില്ല അങ്ങോട്ടേക്ക് പോകാൻ. ആ പ്രദേശത്ത് വീടുകളിൽ വെള്ളം അത് കയറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇപ്പം നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ടില്ല. എന്തായാലും പോയാൽ എന്തായാലും ഉണ്ടാവും, വെള്ളം ഉണ്ടാവും. ആ ഭാഗത്തൊക്കെ താണ പ്രദേശമുണ്ട്. അതെ, അതാണ് ഇവർ പറയുന്നത്. കാരണം ആ രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ആളുടെ ബന്ധുക്കളെ അടക്കം വെള്ളം കയറിയതുകൊണ്ട് ആ വീടുകളിൽ നിന്നടക്കം മാറ്റിയിട്ടുണ്ട്. ബന്ധുവീടുകളിലേക്കാണ് പരമാവധി ആളുകൾ മാറിയിട്ടുള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയിൽ ശക്തമായ മഴയാണ്. അത് വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജില്ലയിൽ വെള്ളം കയറി എന്ന് പറയുന്നുണ്ടല്ലോ ഫെലിക്സ്. അത് ഏത് പ്രദേശമാണ് വരുന്നത്? ആ സ്ഥലത്തിന്റെ പേര്, അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കൂ ഫെലിക്സ്. അത് ഈ കക്കാട് പുഴയോട് ചേർന്ന സ്ഥലങ്ങളിലെ വീടുകളാണ്. ഇപ്പോൾ നമ്മൾ ഈ വഴിയിൽ വെള്ളം കയറി നമുക്ക് കാണാൻ കഴിയും. സമാനമായ രീതിയിൽ ഇതിന് തൊട്ടടുത്ത വീടുകളുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന റോഡ് ഷാദിലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി, അതായത് കക്കാട് നിന്ന് ഷാദിലപ്പള്ളിയിലേക്ക് പോകുന്ന വഴി, ആ വഴിയിലുള്ള വീടുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മഴയ്ക്ക് ഒരു രീതിയിലും ശമനം ഉണ്ടായിരുന്നില്ല. അതായത് ഒരു മിനിറ്റ് നേരം അല്ലെങ്കിൽ ഒരു നിമിഷം പോലും മഴയ്ക്ക് ശമനം ഉണ്ടായില്ല. ആ രീതിയിൽ അതിശക്തമായ മഴയാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ തന്നെ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇതിപ്പോൾ തീരമേഖലയാണ്, എന്ന് വെച്ചാൽ മലയോര മേഖലയിലല്ല. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളം കയറിയിട്ടുള്ളത്. മലയോര മേഖലയിൽ സമാനമായ അവസ്ഥയാണ്. വളപട്ടണം പുഴയിലും വെള്ളം അല്ലെങ്കിൽ പുഴയിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ കുപ്പം പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട്. അഞ്ചരക്കണ്ടി പുഴയിൽ, അങ്ങനെ പുഴകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ ദൃശ്യങ്ങളൊരു വലിയ വാഹനം വരുന്നത് കണ്ടിരുന്നു. ഇപ്പോൾ ആ വാഹനങ്ങളൊന്നും തന്നെ വരുന്നില്ല. കാരണം വലിയ വാഹനങ്ങൾക്ക് മാത്രമേ ഇതുവഴി, അതായത് ഈ പറയുന്ന നമ്മൾ നിൽക്കുന്ന കക്കാട് നിന്നും പള്ളിപ്പുറം വാരം ഭാഗത്തേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അവിടെ ഒരു കാറ് നിർത്തിയിട്ടിട്ടുണ്ട്. കാരണം കാറുകൾക്കൊന്നും തന്നെ, അതായത് ചെറിയ വാഹനങ്ങൾക്ക് ഒന്നും തന്നെ പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉള്ളത് കൊണ്ട് തന്നെ വീടുകളിലേക്കോ അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കോ ഒന്നും ഇതുവഴി പോകാൻ കഴിയില്ല. ചെറിയ വാഹനങ്ങൾക്ക്, ഉയർന്ന വാഹനങ്ങൾക്ക് മാത്രമാണ് പോകാൻ കഴിയുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അവസ്ഥ. അതുപോലെ സ്ഥിതി ഭയങ്കര രൂക്ഷമാണ് എന്ന് മനസ്സിലാവുന്നത്. എന്താണ് ഫെലിക്സ് പറയാൻ വന്നു? എന്തോ പറയൂ.
അതായത് എല്ലായിടങ്ങളിലും അതായത് ഈ പ്രദേശത്ത് മാത്രമല്ല എല്ലായിടങ്ങളിലും ശക്തമായ മഴ തുടരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്നതാണ് ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകുന്ന മുന്നറിയിപ്പ്. ശരി.